ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുമ്പളങ്ങ ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഓലൻ എന്ന് പറയണത്. അപ്പം ഞാൻ ഇന്ന് ഓലൻ തയ്യാറാക്കണത് ഉണക്കപ്പയറും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഉണക്കപ്പയർ ഇല്ലാണ്ട് കുമ്പളങ്ങ മാത്രമായിട്ട് ഓലൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങയും പയറും കൂടിയിട്ടുള്ള ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് പയർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ പയർ രാത്രിയാണ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഇട്ട് വെച്ചാൽ നന്നായിട്ട് തന്നെ ഈ പയർ കുതിർന്ന് കിട്ടും. അതല്ലെങ്കിൽ പിന്നെ പകലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 4-5 മണിക്കൂറൊക്കെ കുതിർത്തി വെക്കണം. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് പയറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയർ മുങ്ങിക്കിടക്കണ വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലടിക്കാം. 1 വിസിലിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ പയർ ഇവിടെ വെന്ത് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. ഇപ്പോൾ കുമ്പളങ്ങ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നീളനെ കുറച്ച് കനത്തിലാണ് കുമ്പളങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കുമ്പളങ്ങ മാത്രമായിട്ട് ഓലൻ വയ്ക്കുമ്പോൾ കനം കുറച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. പക്ഷേ പയറിലിട്ട് വയ്ക്കുമ്പോൾ ഇതേപോലെ നീളനെ അരിഞ്ഞെടുക്കുക. ഇപ്പം ഞാനിത് കുമ്പളങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് വേവിക്കണത് തേങ്ങയുടെ 2ാം പാലിലാണ് വേവിക്കണത്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാലെടുക്കാം. ഇപ്പോൾ പയറൊക്കെ ഇവിടെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി കുമ്പളങ്ങ വേവിക്കാനായിട്ട് ഞാൻ കുമ്പളങ്ങയിലേക്ക് ഒരു 1.25 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1/2 മുറി തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കട്ടി തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം തേങ്ങയുടെ പീരയിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള 2ാം പാലാണ് നമ്മൾ കുമ്പളങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി കുമ്പളങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ്. അതൊന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകായ കാരണം ഞാനൊരു 5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുമ്പളങ്ങ വേവണ വരെ ഇത് തുറന്ന് വെച്ച് വേവിക്കാം. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയർ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പയർ വേവിച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം നമുക്ക് പയറിൻ്റെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പയറിൻ്റെ വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് പയറിൻ്റെ ഒരു കളറ് ആയിരിക്കും നമ്മുടെ ഓലന് ഉണ്ടാവുക. ഇപ്പം ഞാൻ കുറച്ച് പയർ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പയറും കുമ്പളങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരാനുണ്ട്. അതൊന്ന് നന്നായിട്ട് യോജിച്ച് വരാനുണ്ട്. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ പയറും കുമ്പളങ്ങയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 3/4 കപ്പ് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു കറി. നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കുമ്പളങ്ങയും പയറും കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാത്തവർ, അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.